ഹായ് എവരി വൺ, വെൽക്കം ടു ആതിര കോൺസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2025 റെയിൽവേ എക്സാംസിൽ ഓൾറെഡി റീസണിങ്ങിൽ വന്നിട്ടുള്ള ആൽഫബറ്റ് ലെറ്റർ ബേസ്ഡ് കോഡിംഗ് മോഡൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് എക്സാം ഓറിയൻറ്റഡ് ടൈപ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റീസെൻറ്റ് ട്രെൻഡ്സ് നോക്കുകയാണെങ്കിൽ 2025 ക്വസ്റ്റ്യൻസിൽ ഈ ഒരു പാറ്റേൺ വന്നതുകൊണ്ട് ഇനി ഫ്യൂച്ചർ റെയിൽവേ എക്സാംസിനും ഷുവറായിട്ട് ഈ ടോപ്പിക്കിൽ നിന്നും നിങ്ങൾക്ക് ഒരു 6 to 7 ക്വസ്റ്റ്യൻസ് എങ്കിലും എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഇനി വരുന്ന 2026 എക്സാമിൽ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതിൽ നമുക്ക് ആദ്യം നമ്പേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ 4, 8, 12, 16 നെക്സ്റ്റ് വരുന്നത് 20 ആണ്. അപ്പം തന്നെ ഓപ്ഷനകത്ത് നോക്കിയാൽ ഒരു ആൻസർ മാത്രമേ നമുക്ക് 20ൽ വരുന്നുള്ളൂ. അപ്പം തന്നെ നമുക്ക് കിട്ടി. ഓക്കെ, സപ്പോസ് ഇൻ കേസ് നമുക്ക് 20 എന്ന് പറയുന്ന എൻഡിങ് 2 ഓപ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം ലെറ്റർ ബേസ് ചെയ്തിട്ട്. ഓക്കെ, ഇത് ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ഇവിടെ O ആണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് Q ആണ്. സോ Oയും Qയും നോക്കിയേ ഒരു ഡിഫറൻസ് ആണ് ഉള്ളത്. അതും ഇൻക്രീസിങ് ആണ്, 1, 2 ഇൻ ബിറ്റ്വീൻ നമ്പർ 1ഉം സെക്കൻഡ് ലെറ്റർ ആണ് Oയിൽ നിന്നും Qയിലേക്ക്. ഓക്കെ, ദെൻ Qയിൽ നിന്നും എസിലേക്ക് എഗെയിൻ അവർ തന്നിരിക്കുന്ന ഫസ്റ്റ് ലെറ്റർ S ആണ്. ദെൻ തന്നിരിക്കുന്നത് U ആണ്. സോ ഒബ്വിയസ്ലി നെക്സ്റ്റ് വരുന്നത് W. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലെറ്റർ ഇങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചു. ഇനി അടുത്തത് Kയും Lയും റിലേഷൻ നോക്കിയേ, KL. അടുത്തത് M സെക്കൻഡ് ലെറ്റർ, ദെൻ N. നെക്സ്റ്റ് വരിക O ആയിരിക്കും എല്ലാ ലെറ്റേഴ്സും. ഇങ്ങനെ കറക്റ്റ് ഓർഡറിലാണ് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ WO എന്നുള്ളത് മനസ്സിലായി. ഇനി നെക്സ്റ്റ് ഐയും ജിയും ബാക്ക്വേർഡ് ആണ് അല്ലേ. ബാക്ക്വേർഡിൽ നിന്നും 2 ആണ് വന്നിരിക്കുന്നത് സെക്കൻഡ് പൊസിഷൻ. ഇൻ ബിറ്റ്വീൻ നമ്പേഴ്സ് 1ഉം സെക്കൻഡ് പൊസിഷനിലാണ് ബാക്ക്വേർഡ് വരിക. അപ്പോൾ 1G, ദെൻ ജിയും 1 അല്ല IG, നെക്സ്റ്റ് EC, സിയിൽ നിന്നും A ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് WOA 20 എന്ന് വരും. ഗോട്ട് ഇറ്റ്. അപ്പോൾ നമുക്ക് സംടൈംസ് ഓപ്ഷനിൽ ആദ്യം തന്നെ നോക്കുക. ഓപ്ഷനിൽ നോക്കിയിട്ട് ഏകദേശം സിമിലർ ആയിട്ട് തോന്നുന്നതാണെങ്കിൽ അത് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ലെറ്റർ കണ്ടുപിടിച്ചാലും മതി, അല്ലെങ്കിൽ ടൈം വേസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട, മാക്സിമം സ്കോർ ചെയ്യാനായിട്ട് നോക്കാം. ഇതിൽ നോക്കിയേ നമ്പേഴ്സ് വെച്ച് നോക്കുമ്പോൾ 16, 17. അപ്പോൾ 1 ഇൻക്രീസായി, ദെൻ 19, 2 ഇൻക്രീസായി, ദെൻ 3 ഇൻക്രീസായി, നെക്സ്റ്റ് വരുന്നത് 4 ആണ്. അപ്പോൾ 26 ആയിരിക്കും ഇൻക്രീസ് ആവുക. ഗോട്ട് ഇറ്റ്. ദ നെക്സ്റ്റ് ടൈപ്പ് ഇവിടെയും വന്നിരിക്കുന്നത് എന്താ, വാട്ട് ഷുഡ് കം ഇൻ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി ആൽഫബറ്റ് ബേസ് ചെയ്തിട്ടുള്ള ടൈപ്പാണ്. അപ്പം നമുക്ക് നോക്കുക, ഇവിടെ എക്സ് അല്ലേ, എക്സ് കഴിഞ്ഞിട്ട് യു, എക്സ് കഴിഞ്ഞ് 1, 2, 3 തേർഡ് ലെറ്റർ ആണ് യു കഴിഞ്ഞിട്ടുള്ള തേർഡ് ലെറ്റർ ആണ് 1, 2, 3 ആർ കഴിഞ്ഞിട്ട് 1, 2, 3 ഓ കഴിഞ്ഞിട്ട് N, L, M, L. അപ്പോൾ L ആണ്. Lൽ നിന്നും 2 ഓപ്ഷൻസ് ഉണ്ട്. അടുത്തത് ബിയും വൈയും നോക്കിയേ, ഇവിടെ BY 1, 2, 3. ഓക്കെ, ദെൻ വൈയും വിയും 1, 2, 3. അപ്പോൾ എല്ലാം 3 ആണ്. വിയും എസും പറയുമ്പോൾ 1, 2, 3. സോ നെക്സ്റ്റ് വൺ ഏതാ, 1, 2, 3. LP എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് വരുമ്പോൾ T ആണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ദ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 3 ആണ്. ഓക്കെ, 1, 2, 3 1, 2, 3 ബാക്ക്വേർഡിൽ നിന്നും അപ്പം +3 ആണ് വരിക. ഓക്കെ, അതേ ക്വസ്റ്റ്യൻസ് സെക്കൻഡ് അതേ ടൈപ്പിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയേ. N ആണ്, N അല്ലേ വന്നിരിക്കുന്നത്, NP, PR, NP, രണ്ടാമത്തെ ലെറ്റർ P ആണ്. നെക്സ്റ്റ് R, നെക്സ്റ്റ് T, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്ത് വരും, V എന്ന് വരും. ഇവിടെ എല്ലാ ലെറ്ററും V ആണ്. ഇനി സെക്കൻഡ് നോക്കിയേ, KM. K എന്ന് പറയുമ്പോൾ K കഴിഞ്ഞു 1, 2 സെക്കൻഡ് ലെറ്റർ ആണ് M, N, O. നെക്സ്റ്റ് ടൈപ്പ് നോക്കിയേ, ഇതെന്താ തന്നിരിക്കുന്നത്, ഇതും ഒരു ലെറ്റർ ബേസ്ഡ് തന്നെയാണ്. ഏത് പെയേഴ്സ് ആണ് ആർ ഇൻ സർട്ടൻ വേ ദസ് ഫോംസ് എ ഗ്രൂപ്പ് വിച്ച് ഡസ് നോട്ട് ബിലോങ് ടു ദാറ്റ് ഗ്രൂപ്പ് എന്നാണ് ചോദിക്കുന്നത്. സിമിലർ അല്ലാത്തത് ഏത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എമ്മും യുവും തമ്മിൽ നോക്കിയേ, 1, 2, 3, 4, 5, 6, 7 ഡിഫറൻസ് ഉണ്ട്. കെയും എച്ചും ബാക്ക്വേർഡ് ആണ്, 1, 2, 3 ആണ് ഉള്ളത് അല്ലേ. ഒന്ന് +7ഉം ഒന്ന് -3ഉം. ഇനി എച്ചും എല്ലും കമ്പയർ ചെയ്തേ, എച്ചും എല്ലും 1, 2, 3. ഓക്കെ, 1, 2, 3. അപ്പോൾ സെക്കൻഡ്
1 2 3 4 +4 ആണ് എല്ലിൽ വരുമ്പോൾ, ജെയും എന്നും എന്ന് പറയുമ്പോൾ എഗെയിൻ അതുപോലെ 1 2 3 4. ഓക്കെ, എസും ഡബ്ല്യുവും 1 2 3 4. ഓക്കെ, ദെൻ യുവും വൈയും എന്ന് പറയുമ്പോൾ 1 2 3 4 എഗെയിൻ +4. ഓക്കെ, അപ്പം നമുക്ക് രണ്ട് ഓപ്ഷൻസ് +4 വന്നു. വിച്ച് ഡസ് നോട്ട് ഫോം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? MU ആൻഡ് KH ആണ്. ഓക്കെ, അതേ ഇതേ പാറ്റേൺ ഫോളോ ചെയ്യുന്നതായിരിക്കും അടുത്ത ക്വസ്റ്റ്യനും. അത് ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? 3 of the 4 letter clusters are alike in certain way and thus form which does not. ഇതും ഏതല്ല എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇയും സിയും. ഇപ്പം ഇ എടുത്താൽ ഇയുടെ ഒരു ലെറ്റർ വിട്ടിട്ടാണ് സി വന്നിരിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ലെറ്റർ ആണ്. ഇനി ഇയുടെ റൈറ്റ് പൊസിഷനിൽ എടുത്താലോ എഫ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് ജി ആണ്. അതുപോലെ ഇപ്പം നമ്മൾ സെക്കൻഡ് ലെറ്റർ മിഡിൽ ലെറ്റർ ക്യൂ എടുക്കുകയാണെങ്കിൽ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് എസ് വന്നു, ക്യൂൻ്റെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് എന്താ വന്നിരിക്കുന്നത്? ഓ എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ? ഇപ്പം നമ്മൾ ഇവിടെ ഫസ്റ്റ് ലെറ്റർ ഇയു ആയിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എസ് വെച്ചിട്ട് കമ്പയർ ചെയ്യുക. എസ് പറയുമ്പോൾ യുവും ക്യൂവും വന്നു, അപ്പോൾ അതും കറക്റ്റാണ്. ഇനി എസും എല്ലും ജെയും നോക്കിയേ. എല് ഫസ്റ്റ് ലെറ്റർ എല്ലാണ്, ജെ ദെൻ എം അതും വന്നു, കറക്റ്റാണ്. ഇനി പി നോക്കി, പി ആണ് ഫസ്റ്റ് ലെറ്റർ. പി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് ആൽഫാബറ്റ് ആണ് എടുത്തിരിക്കുന്നത്, ഗ്യാപ്പ് അല്ല എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഇത് റോങ് ആണ്. നമ്മൾ മിസ്റ്റേക്ക് കണ്ടുപിടിക്കണം. നോക്കിയാൽ ഇപ്പം ഞാൻ ആദ്യത്തെ നമ്മൾ എന്താ ചെയ്തത്? ഫസ്റ്റ് ലെറ്ററിൽ നിന്ന് കമ്പയർ ചെയ്തു. ബൈ മിസ്റ്റേക്ക് സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത് സെക്കൻഡിൽ നിന്ന് കമ്പയർ ചെയ്തു. അപ്പോൾ അത് റോങ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏത് പാറ്റേൺ ആണോ ഫോളോ ചെയ്യേണ്ടത് ആ പാറ്റേൺ തന്നെയാണോ എന്ന് നോക്കുക. അല്ലെങ്കിൽ നമ്മൾ സ്പീഡായിട്ട് ചെയ്യുമ്പോൾ മേ ബി റോങ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഗോട്ട് ഇറ്റ്? അപ്പോൾ ഇതേ ഫോളോ ചെയ്യുന്ന അടുത്ത ക്വസ്റ്റ്യനും ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഫാം ഇസ് കോഡഡ് ആസ് CXOJ ആൻഡ് ഫ്രഷ് ഇസ് കോഡഡ് ആസ് ഇൻ ദ സെയിം വേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കോഡ് എന്താണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, രണ്ടെണ്ണത്തിൻ്റെയും കണ്ടുപിടിക്കണം എന്നില്ല. ഇനി അവർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയുന്നത് റിച്ച് എന്താണെന്നാണ്. അപ്പോൾ സിയും എഫും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കിയേ. യെസ്, സി കഴിഞ്ഞിട്ട് ബാക്ക്വേർഡ് എന്നാണ് ഞാൻ പോകുന്നതെങ്കിൽ സി കഴിഞ്ഞ് നോക്കിയേ. അപ്പോൾ 1 2 3 +3 ആയിരിക്കും എഫ് എന്ന് പറയുന്നത് അല്ലേ? അതായത് ആൻസർ +3 ആണ്. അപ്പോൾ എന്തോ R-3 ആയിരിക്കില്ലേ ഈ പറയുന്നത്? 1 2 3. അപ്പോൾ O എന്ന് വന്നു. ഓക്കെ, ഇനി എക്സും എയും കമ്പയർ ചെയ്തേ. 1 2 3. ഓക്കെ, അപ്പോൾ ഇവിടെയും എന്ത് തന്നെയായിരിക്കും? ഐയുടെ ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ 1 2 3 എഫ് എന്ന് വന്നു. ഇനി ഓയും ആറും കമ്പയർ ചെയ്തേ. ഓയും ആറും, ആറിൽ നിന്നും ഓയിലോട്ട് പോകുമ്പോൾ നമുക്ക് 1 2 3 എല്ലാം +3 ആണ് അഡീഷനായിട്ട് വരുന്നത്. അപ്പോൾ സിയുടെ എന്തിൽ നിന്നോ സിയിലേക്ക് എത്തണമെങ്കിൽ ഏതിൽ നിന്നോ നമുക്ക് സിയിലേക്ക് എത്തുക? സെറ്റ് 1 2 3. ഓക്കെ, ഇനി എന്തിൽ നിന്നോ ഇനി എമ്മും ജെയും റിലേഷൻ നോക്കിയേ. 1 2 3 അല്ലെങ്കിൽ ജെ ടു എം നോക്കുകയാണെങ്കിൽ 1 2 3 +3 അല്ലെങ്കിൽ -3 ബാക്ക്വേർഡ് ഇതോ. ഓക്കെ, ജെയിൽ നിന്നും എമ്മിലേക്ക് പോകുമ്പോഴാണ് +3 എന്ന് വരിക. എമ്മിൽ നിന്നും ജെയിലേക്ക് പോകുമ്പോൾ -3. അതേപോലെ എന്തിൽ നിന്നും എച്ചിലേക്ക് പോകുമ്പോഴാണ് +3 വരേണ്ടത്? 1 2 3 ഇയിൽ നിന്നും. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻ OFZE. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ. സെയിം പാറ്റേൺ തന്നെയാണ് ഇത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവിടെ തന്നിരിക്കുന്നത് എന്താ? ഫസ്റ്റ് ലെറ്റർ ക്ലസ്റ്റർ ഇസ് റിലേറ്റഡ് ടു ദ സെക്കൻഡ് ലെറ്റർ ക്ലസ്റ്റർ. അതേപോലെ തന്നെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് പെയർ എന്ന് ചൂസ് ചെയ്യുക. ഇതെല്ലാം കറക്റ്റാണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലാതെ ഡസ് നോട്ട് ഫോളോ എന്നുള്ളതല്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ഓയും എന്നും. ഓ എന്ന് പറഞ്ഞു. അവിടെ തന്നിരിക്കുന്ന ഒന്ന് 2 ലെറ്റർ വേർഡും ഒന്ന് 4 ലെറ്റർ വേർഡുമാണ് അല്ലേ? ഓയുടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഉള്ള ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? പിയും എന്നും. അതല്ലേ ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, എന്നിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ബാക്ക്വേർഡും ഫ്രണ്ട് വേർഡും ഉള്ള ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? എമ്മും ഓയും. അതല്ലേ ഇത്? ഓക്കെ, അതുപോലെ ഐ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത്. ഇന്നിൽ
എച്ചും ജെയും വന്നിട്ടുണ്ടോ? എൻ വെച്ച് നോക്കുമ്പോൾ എമ്മും ഓയും അതും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് സിമിലർ എന്നാണ് ചോദ്യം. ഓക്കെ, എയും ടിയും നോക്കിയേ, എയും ടിയും. എ എന്ന് പറയുമ്പോൾ ബാക്ക്വേർഡ് സെഡും ബിയും വരണം, ഇല്ല, അപ്പോൾ അത് റോങ് ആണ്. ടി വെച്ച് നോക്കുമ്പോൾ, ടിയിൽ നിന്ന് നോക്കുമ്പോൾ യുവും എസും വരണം. ഒ വെച്ച് നോക്കുമ്പോൾ പിയും എന്നും വരണം, അപ്പോൾ ഇത് വന്നിട്ടുണ്ട്. ഡി വെച്ച് നോക്കുമ്പോൾ നോക്കിയേ, ഡി എന്ന് പറയുമ്പോൾ സിയും ഉണ്ട് ഇയും ഉണ്ട്, ഇത് വന്നിട്ടില്ല. ഓക്കെ, ജി എന്ന് പറയുമ്പോൾ നമുക്ക് എഫും ഉണ്ട് എച്ചും ഉണ്ട്, അതും വന്നിട്ടില്ല. ഓക്കെ, ഇതാണ് അതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഫോളോ ചെയ്യുന്നത് ഓരോ ഡിഫറെൻറ്റ് ടൈപ്പാണ്. ഇതിൻ്റെ ടൈപ്പ് 6ൻ്റെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, ഇനി ടൈപ്പ് 7. ഇതെല്ലാം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നമുക്ക് ലെസ് ദാൻ 30 minutes ആവുള്ളൂ. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എടുക്കുന്ന ടൈമെന്ന് മാത്രമാണ്. ഓക്കെ, അപ്പം എപ്പോഴും നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിലത് കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു 40-45 minutes അങ്ങനെ വരുള്ളൂ, ലെറ്റർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആവുമ്പോൾ. ഓക്കെ, ഈ ലോജിക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ ആൽഫബറ്റിൻ്റെ ഈ തന്നിരിക്കുന്ന വേർഡിൻ്റെ റിവേഴ്സ് ആണെന്ന്. അപ്പോൾ എസ്, പിയുടെ എന്താണ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് ലെറ്റർ എസ് ആണ്. നെക്സ്റ്റ് ഇവിടെ വരുന്നത് എൻ ഒ അല്ലേ, എസ് എൻ ഒ തന്നിരിക്കുന്നത് എല്ലാം സ്റ്റാർട്ടിങ് എസ് എൻ ഒ ഐ ടി സി ഇ എഫ് ആർ ഇ പി. അത് ഏതാ വരുന്നത്? തേർഡ് ഓപ്ഷൻ ആണ്. ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ് വൺ, ഓഡിറ്റേഴ്സ്. ഇവിടെ ഓഡിറ്റേഴ്സ് തന്നിരിക്കുന്നത് എന്തായിരുന്നു? BWGHR ആണെങ്കിൽ ഇൻഡെക്സ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഇയും ബിയിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താ വന്നു? +1 എന്ന് വന്നു. അപ്പോൾ I+1 എന്താ വരിക? ജെ എന്ന് വന്നു. ഓക്കെ, ജെ എന്ന് 2 ഓപ്ഷൻസ് ഉണ്ട്. നെക്സ്റ്റ് യു 1 2 +2 എന്നല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ N O P ജെയും പിയും. അപ്പോൾ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പം നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് നോക്കാം. D 1 2 3. ഓക്കെ, ഇവിടെ +3 ആണ്. അപ്പോൾ D+3 എന്ന് പറയുമ്പോൾ എഗെയിൻ ഇവിടെയും എന്തെന്നെയാണ് വരിക? ജി എന്നാണ് വരിക. ഗോട്ട് ഇറ്റ്. അപ്പോൾ +1 +2 +3 +4 അങ്ങനെ ആയിരിക്കും, അത് ഇൻക്രീസിങ് ഓർഡറിലായിരിക്കും വരാം. അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇത് കുറച്ച് ട്രിക്കിയാണ്, ബട്ട് ഒന്ന് മോർ ദാൻ നമുക്ക് 30 minutes എടുക്കും ഇത് സോൾവ് ചെയ്യാൻ. അത് എന്താണെന്ന് പറയാം. ഇവിടെ ഒരിക്കലും ആ ഈസ്റ്റു എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും ആണ് കമ്പയർ ചെയ്യുന്നത്. അത് ഹാഷ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫസ്റ്റ് നമ്പറാണ്. ഓക്കെ, ദെൻ പേഴ്സൻറ്റേജ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സെക്കൻഡ് നമ്പറാണ്. അപ്പോൾ VAM കമ്പയർ ചെയ്യുന്നത് പേഴ്സൻറ്റേജിനോടൊപ്പവും അതുപോലെ ഹാഷ് കമ്പയർ ചെയ്യുന്നത് MLDനോടൊപ്പമാണ്. അത് എപ്പോഴും കൺഫ്യൂസിങ് ആണ്. അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ മിസ്റ്റേക്ക് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഗോട്ട് ഇറ്റ്. അപ്പോൾ 9th ടൈപ്പ് എന്ന് പറയുന്നത് MLD. ഓക്കെ, ഏതോ ഒരു നമ്പർ ഏതോ ഒരു ലെറ്റർ MLD ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്തു. അതുപോലെ VAM ഏതോ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യണം, എന്നാലേ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ SVG ഏതോ ആയിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്? SVGയും ആണ് ഫസ്റ്റ് വരേണ്ടത്. ദെൻ MLD. എസ്സും എമ്മും തമ്മിലുള്ള ഗ്യാപ്പ് നോക്കിയേ. എസ്സും എമ്മും ബാക്ക്വേർഡ് പോകണം. 1 2 3 4 5 6 അല്ലേ, -6. ദെൻ വിയും എല്ലും തമ്മിലുള്ള ഗ്യാപ്പ്, വിയും എല്ലും 1 2 3 4 5 6 7 8 9 10 -10 ആണ്. ഓക്കെ, ഇനി ജെയും ഡിയും 1 2 3 4 5 6 ഇതാണ് ഫസ്റ്റ് വൺ വരികയാണെങ്കിൽ. ഓക്കെ, ഇനി VAM നോക്കിയ VAMഉം അതേപോലെ പ്രപ്പോർഷൻ എന്നുള്ള സൈനാണ്. അതായത് ഇതെന്താണോ ഫസ്റ്റ് ഫോളോ ചെയ്യുക അതേ തന്നെയായിരിക്കും സെക്കൻഡ് ആൽഫബറ്റും ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് -6 V -6 ചെയ്യണമെങ്കിൽ എന്തായിരിക്കും നമുക്ക് കിട്ടുക? V -6 1 2 3 4 5 6 P ആണോ ഇവിടെ വന്നിരിക്കുന്നത്? അല്ല. എന്താ ഇവിടെ വന്നിരിക്കുന്നത്? YFP. അപ്പോൾ അതിൽ നിന്നും റോങ് ആയി. ഓക്കെ, ഈ ലോജിക്കല്ല വരുന്നത്. ഇനി നമ്മൾ MLD ആയിട്ട് കമ്പയർ ചെയ്യാൻ പോകുന്നത് YFP ആണ്. YFP എന്ന് പറയുമ്പോൾ
സി ഒരുപാട് ബാക്കിലോട്ടാണ് അല്ലേ. 1 2 3 4 5 6 7 8 9 10 11 12 -12 ആണ്. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ ആയിട്ട് കമ്പയർ ചെയ്യുക. ഇനി ഇവിടെ എനിക്ക് VAM എന്ന് പറയുന്നത് VAM ഫസ്റ്റ് വരും, പിന്നെ എന്താ BKSും വരും. അപ്പോൾ വിയുടെ ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ 1 2 3 4 5 6 7 8 9 10 11 12 ആണോ ബി? നോ, അതും തെറ്റാണ്. ഏതെങ്കിലും ഒരു ഫസ്റ്റ് ലെറ്ററായിട്ട് കമ്പയർ ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ. ഇനി അടുത്തത് നമ്മൾ MLDയും BKSുമായിട്ട് കമ്പയർ ചെയ്യാം. എമ്മും ബിയും നോക്കിയേ, എമ്മും ബിയും ബാക്കിലോട്ട് പോകുമ്പോൾ 1 2 3 4 5 6 7 8 9 10 -10. ഓക്കെ, അപ്പോൾ VAM വിയുടെ -10 എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 7 8 9 10 എല്ലാണോ? അല്ല, അപ്പോൾ അതും റോങ് ആണ്. അപ്പോൾ ഒബ്വിയസ്ലി ഫോർത്ത് വൺ ആയിരിക്കും. എന്നാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. MLD ദെൻ PQG അല്ലേ, PQG. സോ നമ്മൾ PQGയും MLDയും ആണ് കമ്പയർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ PQG 1 2 3 അപ്പോൾ എന്തായിരിക്കും? -3 ആണ് വരിക. ഇനി VAMഉം SVGയുമാണ് സെക്കൻഡ് വരിക. വിയും എസും നോക്കിയേ 1 2 3 ഡെഫിനറ്റ്ലി ആ പാറ്റേൺ ആയിരിക്കും അവിടെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സെയിം ലോജിക്കാണ് അടുത്തതും, അത് സോൾവ് ചെയ്യുക. സോ ടൈപ്പ് 9 കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഓക്കെ, കുറച്ച് കാൽക്കുലേഷൻ ഉണ്ടെന്നേ ഉള്ളൂ, ഡിഫിക്കൽട്ടല്ല. തെറ്റിപ്പോവാനുള്ള ചാൻസസ് അവിടെ കൂടുതലായിരിക്കും. ഇനി നെക്സ്റ്റ് ടൈപ്പ് 9. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, ലെറ്ററും തന്നിട്ടുണ്ട്, നമ്പറും തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ ഇഫ് VMS 19 is related to SJ24 in certain way, HN17 is related to EK23, ഏത് നമ്പർ ആയിരിക്കും SL15 റിലേറ്റഡ് ആവുക വിത്ത് ദ സെയിം ലോജിക് എന്നാണ് ചോദ്യം. ഓക്കെ, സോ VM SJ. അപ്പോൾ വിയുടെ പൊസിഷണൽ നമ്പർ ഇവിടെ നോക്കിയാൽ നമ്പേഴ്സ് ഒന്ന് ഡിനോട്ട് ചെയ്യുക, കാരണം വിയും എസും ഓക്കെ നമ്പേഴ്സ് തന്നതുകൊണ്ട് നമുക്ക് പൊസിഷണൽ നമ്പറും കൂടി കൺസിഡർ ചെയ്യാം. 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 and 26. അപ്പോൾ വിയും എസും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 1 2 3 വിയുടെ നമ്പർ 22ഉം എസിൻ്റെ നമ്പർ 19ഉമാണ്. അപ്പോൾ ഇതാണ് പൊസിഷണൽ വാല്യൂ അല്ലേ, നമുക്ക് 3 എന്നുള്ളത് കിട്ടും. ഇനി എം എത്രയാ? 13 ആണ്. ജെ എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ അവിടെയും എന്തായിരിക്കും വരിക? 3 എന്നാണ് വരിക. ഓക്കെ, ഡിഫറൻസ്. പിന്നെ എച്ചും എന്നും അതുപോലെ ഇയും കെയും കമ്പയർ ചെയ്ത് എച്ച് എത്രയാണ്? 8 ആണ്. ഇ എത്രയാണ് വരിക? 5. സോ 8 - 5 3. അപ്പോൾ ഈ ലോജിക്ക് സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ നോക്കുക. എസും എല്ലും 1ഉം 5ഉം 3 എന്ന് വരണം എന്നുണ്ടെങ്കിൽ എസ് -3 1 2 3. അപ്പോൾ എന്തായിരിക്കും വരിക? പി എന്നുള്ള ലെറ്റർ ആയിരിക്കും വരിക. ഓക്കെ, ഇനി എമ്മും ജെയും 3 തന്നെയാണ് സെക്കൻഡ് ലെറ്റേഴ്സും കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ എസും എല്ലും, എല്ലിൻ്റെ സെക്കൻഡ് ലെറ്ററാണ് എസ്, എല്ലാണ് സെക്കൻഡ് ലെറ്റർ. അപ്പം എല്ലിൻ്റെ ബാക്ക്വേർഡ് 3 പറയുമ്പോൾ 1 2 3 ഐ ആണ് വരാം. ഓക്കെ, സോ PI എന്നുള്ള ലെറ്റർ കിട്ടി. അപ്പോൾ എങ്ങനെയാണ് ആ നമ്പർ നമ്മൾ എടുത്തിട്ടുണ്ടാവുക? സി 25ഉം 19ഉം എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് 6 ആണ് ഡിഫറൻസ്. 23ഉം 17ഉം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 6 ആണ്. HN17 is related to EK23. So SL15 will be related to എന്താണ് ചോദിച്ചാൽ ആ 15 എന്നുള്ള SLൻ്റെ നമ്പറിൻ്റെ കൂടെ 6 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 21 ആണ്. സോ SL15 will be related to PI21. ഓക്കെ, ഇതും കുറച്ച് ട്രിക്കി ആൻഡ് ഡിഫറെൻറ്റ് പാറ്റേൺ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്ത് നോക്കുക. ഓക്കെ, സി ഇനി അപ്പോൾ അതും മോർ ദാൻ 30 മിനിറ്റ്സ് എടുക്കും കേട്ടോ സോൾവ് ചെയ്യാൻ. സി ഇനി
ഇതിലെന്താ, ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം നമുക്ക് വാല്യൂസ് ഇൻ്റർചേഞ്ച് ചെയ്തിരിക്കണം. അതായത് ഫസ്റ്റ് ലെറ്ററും സെക്കൻഡ് ലെറ്ററും തേർഡ് ലെറ്ററും പറഞ്ഞിട്ട് വാല്യൂ ഇത് ഇൻ്റർചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇൻ്റർചേഞ്ചിങ് കറക്റ്റ് ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? NEST ഫസ്റ്റ് 1 2 3 4 എന്ന് ഞാൻ എഴുതി റെപ്രസെൻ്റ് ചെയ്യാണ്. സെക്കൻഡ് ESNTനെ ഫോളോ പറഞ്ഞിട്ട് സെക്കൻഡും, എസ് എന്ന് പറയുന്നത് തേർഡും വന്നു. അതുപോലെ N1ഉം T എന്ന് പറയുന്നത് ഫോർത്ത് പൊസിഷനിലായിരുന്നു, ഇവിടെയും ഫോർത്ത് പൊസിഷനാണ്. ദെൻ തേർഡ് വൺ എങ്ങനെയാണ് വന്നിരിക്കണത്? അപ്പോൾ ഇതേ പാറ്റേൺ നമുക്ക് ഇവിടെ 1 2 3 4 എന്ന് മാത്രം റെപ്രസെൻ്റ് ചെയ്യുക. അതാണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് TSEN. സോ 4 3 2 1. ഓക്കെ, അപ്പോൾ ഓരോ നമ്പേഴ്സും ഇതായിരിക്കും ഒറിജിനൽ നമ്പർ. ഇപ്പോൾ LIES അതാണ് ഒറിജിനൽ വേർഡ്. അതിൽ നമുക്ക് 1 2 3 LIES 1 2 3 4 എന്ന് മെൻഷൻ ചെയ്യാം. ഇതേ പാറ്റേൺ ആണോ ഫോളോ ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താണ്? വിച്ച് വൺ ഫോളോസ് ദ സെയിം ലോജിക് ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ L1 2 3 4 പറഞ്ഞാൽ നെക്സ്റ്റ് വരേണ്ട ഓർഡർ 2 3 1 4 ആണ്. 2 3 1 4 പറയുമ്പോൾ II 2 3 1 4 LS. ഓക്കെ, നോക്കിയേ, IELS കറക്റ്റാണ്. അടുത്ത വരേണ്ട ഓർഡർ 4 3 2 1 ആണ്. 4 3 2 1 എന്ന് പറയുമ്പോൾ SEIL, അപ്പോൾ അതും കറക്റ്റാണ്. സോ ഈ ഗിവൺ പെർട്ടിക്കുലർ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റാണ്. നമുക്ക് സെക്കൻഡും തേർഡും, കാരണം ഏതെങ്കിലും റിപ്പീറ്റേഷൻ ഉണ്ടോ ബൈ ഡിഫോൾട്ട് ഉണ്ടോ എന്നും ഒന്ന് ചെക്ക് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ഓക്കെ, MAST ആണ് 1 2 3 4 എന്ന് വരിക. MAST അങ്ങനെയാണെങ്കിൽ നമുക്ക് വരേണ്ട സെക്കൻഡ് വേർഡ് എന്താ? 2 3 1 4 ആണ്. 2 3 1 4 എന്ന് പറയുമ്പോൾ A 2 3 S ആണോ? അല്ല, അപ്പോൾ അത് തെറ്റാണ്. ഇനി കോപ്പ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് 1 2 3 4. അപ്പോൾ സെക്കൻഡ് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് സെക്കൻഡ് റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് 2 3 1 4 ആണ്. 2 എന്ന് പറയുന്നത് ഇവിടെ O എന്ന് വന്നു. ദെൻ 2 3 OP കറക്റ്റാണ്. 2 3 1 4 CE OPCE കറക്റ്റാണ് അല്ലേ? അപ്പോൾ തേർഡ് വണ്ണും കൂടി ഒന്ന് കമ്പയർ ചെയ്തേ. 4 3 2 1 4 3 2 1 പറയുമ്പോൾ EP ആണോ? അല്ല, അപ്പോൾ അതും തെറ്റാണ്. സോ ഒബ്വിയസ്ലി തേർഡ് വണ്ണും തെറ്റായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ കറക്റ്റ്. അതേപോലെയാണ് ഈ സെക്കൻഡ് ക്വസ്റ്റ്യനും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ പാറ്റേൺ എന്താണെന്ന് നോക്കുക. ഈ ട്രേഡ് സെയിം പാറ്റേൺ ഫോളോഡ് ബൈ ദ 2 ട്രേഡ് ഗിവൺ ബിലോ. ഓക്കെ, അതായത് ഫസ്റ്റ് ട്രേഡ് എന്താണോ പാറ്റേൺ ഫോളോ ചെയ്യുന്നത് അതേ തന്നെയായിരിക്കും ഈ സെക്കൻഡ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ഇൻ ബിറ്റ്വീൻ ഇയും എല്ലും തമ്മിലൊരു നമ്പർ, അതിൻ്റെ പാറ്റേൺ ആയിരിക്കില്ല ജിയും എന്നും തമ്മിൽ വരിക. ഓക്കെ, അതെന്താണെന്നാണ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ EGI അല്ലേ, അതൊരു ഇൻക്രീസിങ് ഓർഡർ ആയിട്ട് തോന്നുന്നില്ലേ? EG, അപ്പോൾ ഒരു ലെറ്റർ ഉണ്ടായിരുന്നുള്ളൂ ഇൻ ബിറ്റ്വീൻ. G കഴിഞ്ഞു ഒരു ലെറ്റർ ഇൻ ബിറ്റ്വീൻ. I കഴിഞ്ഞ I കഴിഞ്ഞ ഇനി നെക്സ്റ്റ് വരേണ്ടത് L ആണ് അല്ലേ? ഇൻ ബിറ്റ്വീൻ K ആണ്. ഓക്കെ, അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് ലെറ്റർ എന്താണെന്നല്ല, ഈ പാറ്റേണിൽ ഫോളോ ചെയ്യുന്നത് ഏതാണെന്നാണ്. സോ അടുത്തത് നമുക്ക് ഫസ്റ്റ് ഈയുടെ ലെറ്ററിന് EGI എന്ന് പറയുന്ന ലെറ്റേഴ്സിൻ്റെ ഇൻ ബിറ്റ്വീൻ എന്ത് വരും? 1 ഗ്യാപ്പ് ലെറ്റർ എന്ന് വരും. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ദ ലെറ്റേഴ്സ് ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ഇനി എല്ലും എന്നും കെയും. ഓക്കെ, L, അത് കഴിഞ്ഞ് 1 ഗ്യാപ്പ് N, പിന്നെ ഒന്ന് നോക്ക്, L കഴിഞ്ഞു, പിന്നെ N ആണ് വന്നിരിക്കുന്നത്. അതായത് L1 -1, ദെൻ N-ഉം K-യും തമ്മിലുള്ള റിലേഷൻ എന്താ? N 1 2 3 -3. അപ്പോൾ സെക്കൻഡിലാണ് ട്വിസ്റ്റ് ഉള്ളത്. സെക്കൻഡ് ലെറ്ററിൽ എന്താ വരിക? L എന്ന് പറയുന്നത് ഫസ്റ്റ് L കഴിഞ്ഞു, നെക്സ്റ്റ് N വന്നു. N-ഉം K-യും കമ്പയർ ചെയ്യുമ്പോൾ അവിടെ -3. അത് മാത്രം കറക്റ്റ് ഓർഡറിലല്ല പോയിരിക്കുന്നത്. അതേ തന്നെയാണോ G-യും N-ഉം എന്നുള്ളതും കൂടി ഒന്ന് ഫോളോ ചെയ്യാം. ഡെഫിനറ്റ്ലി ഇത് രണ്ടും ഒരേ തന്നെയായിരിക്കും, കാരണം ദാറ്റ് ഫോളോ ദ സെയിം പാറ്റേൺ തന്നെയാണ് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഏതാണ് അത് ഫോളോ ചെയ്യേണ്ടതെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് I കഴിഞ്ഞു ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണോ K എന്ന് നോക്കിയാൽ, അതെ, K കഴിഞ്ഞു ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണോ M? യെസ്.
അപ്പോൾ IKM ആണ് അതിൻ്റെ ഓർഡർ. ഇല്ലെങ്കിൽ ജെ കഴിഞ്ഞു കെ ആണോ? അല്ല. അപ്പോൾ ജെയും കെയും ഇത് വരില്ല. ഇത് രണ്ടും ഓപ്ഷൻസും നെഗ്ലക്റ്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ലെറ്റർ ഏതാണെന്നാണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പിയും കെയും വരുമ്പോൾ ഡിഫറൻസ് 1 വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. പിയും കെയും അല്ല, പിയും ആറും. പിയും ആറും 1 വന്നു. ഓക്കെ, ഇനി ആറും തേർഡ് ലെറ്ററും ആയിട്ട് കമ്പയർ ചെയ്യാം. ആറും ഓവും ആണോ ആറും ക്യൂവും ആണോ വരുന്നത് നോക്കാം. 6 ഓയും വന്നിരിക്കുന്നത് എന്താ? 1 2 3 -3 ആണ് കറക്റ്റ്. ഓക്കെ, ദെൻ ആറും ക്യൂവും നോക്കിയേ, -1 ഇമ്മീഡിയറ്റ് ആണ്, അവിടെ 1 അല്ല. അപ്പോൾ ഇത് റോങ്ങും ഫസ്റ്റ് 1 വിൽ ബി ദ കറക്റ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ഒരു ലോജിക് ഇൻക്രീസിങ് +1ഉം ഫ്രം ദ സെക്കൻഡ് ലെറ്റർ ടു ദ തേർഡ് ലെറ്റർ, സെക്കൻഡ് ലെറ്ററിൽ നിന്നും അടുത്ത സെക്കൻഡ് ലെറ്ററിലേക്ക് പോകാൻ -1, ദെൻ അതേ സെക്കൻഡ് ലെറ്ററിൽ നിന്നും അടുത്ത സെക്കൻഡ് ലെറ്ററിലേക്ക് പോകാൻ -3. അവിടെ ഈക്വൽ പാറ്റേൺ അല്ല ഫോളോ ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ട്വിസ്റ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക പ്രാക്ടീസിന് വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത പാറ്റേൺ അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത് സെലക്ട് ദ പെയർ ദാറ്റ് ഫോളോസ് ദ സെയിം പാറ്റേൺ ആസ് ഫോളോഡ് ബൈ ദ ഗിവൺ 2 സെറ്റ് ഓഫ് പെയേഴ്സ്. PIL T. പിയും ടിയും നോക്കിയേ ഇവിടെ 1 2 3. ഓക്കെ, ഇനി എണ്ണും 6 നോക്കിയേ 1 2 3. ഷുവറായിട്ടും ഫസ്റ്റ് ലെറ്റർ ഇൻക്രീസ്ഡ് ബൈ 3 ആണ്. ഐയും എമ്മും നോക്കിയേ 1 2 3. അപ്പോൾ എല്ലാ ലെറ്റേഴ്സും 3 ആവാൻ ചാൻസ് ഉണ്ട്. എന്നാലും എല്ലും പിയും നോക്കുക. എല്ലും പിയും നോക്കുമ്പോൾ 1 2 3. ഒബ്വിയസ്ലി ഇതും 3 ആണ്. അപ്പോൾ എല്ലാം ++3 ആവാനുള്ള പോസിബിലിറ്റി ഏതാണെന്നുള്ളത് ആദ്യം ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഏതായിരിക്കും? SLP. എസ് കഴിഞ്ഞിട്ട് പി വരുന്നുണ്ടോ? 1 2 3 +3 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. എസ് കഴിഞ്ഞിട്ട് വരുന്നത് 1 2 3. വി ആണ് വരേണ്ടത്, ബട്ട് ഇവിടെ W ആണ്. എസ് 1 2 3 അല്ല, ഫോർത്ത് ലെറ്റർ ഇൻ ബിറ്റ്വീൻ ആണ് 3. അപ്പോൾ +4 എന്നായിരിക്കും വരിക. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ആണ് 3. അപ്പോൾ +4 ചെയ്യുകയാണെങ്കിൽ W കറക്റ്റ് ആണ്. പിയും എല്ലും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ടിയും എല്ലും +4 അല്ല വരിക, അത് ബാക്ക്വേർഡ് 1 2 3 4 ബാക്ക്വേർഡ് ആണ്. അപ്പോൾ അത് റോങ് ആണ്. ഓക്കെ, ഇനി എസും ഡബ്ല്യുവും കറക്റ്റായി നമ്മൾ പറഞ്ഞിരുന്നു. ഡബ്ല്യുവും എയും കമ്പയർ ചെയ്യുക. WA എന്ന് പറയുമ്പോൾ 1 2 3 4 കറക്റ്റ്. ദെൻ ടിയും എക്സും 1 2 3 4 ഇത് കറക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് സെക്കൻഡ് 1. ഇനി തേർഡ് 1 ജസ്റ്റ് നോക്കിയേ, ബിയും ജിയും എന്ന് പറയുമ്പോൾ 1 2 3 4 5 വന്നു. അപ്പോൾ അവിടെ തന്നെ അത് റോങ് ആയി ഫസ്റ്റ് ലെറ്റർ കമ്പയർ ചെയ്യുമ്പോൾ. ദെൻ എന്നും ജെയും കമ്പയർ ചെയ്തേ, എന്നും ജെയും ബാക്ക്വേർഡാണ് പോയിരിക്കണം 1 2 3 4. അപ്പോൾ അതും റോങ് ആണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് SW2 WAX. അപ്പോൾ ഇതാണ് നമുക്ക് റിപ്പീറ്റഡ്ലി ചോദിച്ച ഈ 2025 എക്സാംസിലെ റീസണിങ്ങിലെ ആൽഫബറ്റ് ലെറ്റർ ബേസ്ഡ് കോഡിങ്. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഷുവറായിട്ടും ഇനി വരുന്ന അപ്കമിങ് എക്സാംസിന് നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, താങ്ക് യു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.